എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടും നിങ്ങളോടും ഉള്ള ഇപ്പോഴത്തെ ആ ഒരു ഫീലിങ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവരോടും നിങ്ങളോടുമുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണ്, അവരുടെ മനസ്സിൽ ഒരു തേർഡ് പാർട്ടിക്കാണോ സ്ഥാനം, നിങ്ങൾക്കാണോ സ്ഥാനം, എന്താണ് അവരുടെ മനസ്സിലുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിലൂടെ. അപ്പം ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒരുപാട് റെസനേറ്റ് ആവില്ല. അത് നിങ്ങൾ പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയരുത്. ഇത് പല ആളുകളുടെ എനർജിയാണ്. ഇതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്ന റെസനേറ്റ് ആവില്ല. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃഷ്ണൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വെച്ച് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഡ്രീം എന്ന് പറഞ്ഞൊരു കാർഡാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ടൊരു അകൽച്ചയിലായിരുന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പൂർണ്ണമായ ഒരു അകൽച്ച. അവർ തേർഡ് പാർട്ടിയോട് ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു ബന്ധത്തിലാകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ ആ ഒരു വ്യക്തിക്ക് നേരിടുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അവർ ജീവിക്കുന്നെങ്കിലും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവർക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇപ്പോൾ ഇല്ല. അവരൊരു ശൂന്യതയിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഈ ഒരു ബന്ധത്തെ പറ്റിയുള്ള അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടപൂജ്യമാണ്, അല്ലെങ്കിൽ ഒരു ശൂന്യമാണെന്ന് സൂചിപ്പിക്കുന്ന കാർഡാണ് അടുത്ത കാർഡ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒട്ടും ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. അവർക്ക് സ്വയം തീർത്ത തടവറയ്ക്കുള്ളിലാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു തേർഡ് പാർട്ടിയുമായിട്ടൊരു ഫിസിക്കലി മെൻ്റലി ഒരു സെപ്പറേഷനിലായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട്, ഒരു ഇമോഷണൽ സെപ്പറേഷൻ രണ്ടുപേർക്ക് ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് എനിക്കിവിടെ നിന്ന് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്കൊരു പ്രതീക്ഷയും ഈ ഒരു ബന്ധത്തെ പറ്റിയില്ല. അവർക്ക് അവരുടെ ജീവിതം എല്ലാം അവസാനിച്ചതായിട്ടാണ് അവർക്കൊരു ഫീലിങ്സ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർക്കൊരു പ്രതീക്ഷയും ഇനി അവർക്ക് മുന്നോട്ടില്ല. കാര്യം തേർഡ് പാർട്ടിയിൽ നിന്ന് അത്രമാത്രം ഒരു തിരിച്ചടി നേരിട്ടൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ. അവരത്രത്തോളം ഒരു ശൂന്യത സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം കൊണ്ട് അവരുടെ ലൈഫും ശൂന്യമായെന്ന് അവർക്കൊരു ചിന്തയുണ്ട്. ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നവർക്കൊരു ധാരണ കിട്ടാത്തൊരവസ്ഥയാണ്. അതുപോലെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം ദുസ്സഹമായിട്ട് തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബൽ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അവരിതിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അവരെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി അവരെ ഒരുപാട് ഒരു ചതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വഞ്ചനയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി കൈക്കലാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചതിയിലൂടെയാണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ വികാരങ്ങളൊക്കെ അവരൊരു ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയില്ല. അറിയാത്തൊരവസ്ഥയെ അവരിങ്ങനെയൊന്നും ആയിരുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുള്ളതായിട്ട് അവർക്കറിയാം. പക്ഷേ അവർക്ക് തേർഡ് പാർട്ടിയോടൊരു മാനസികമായിട്ടൊരു വിരക്തിയാണ്.
അതുപോലെ ഇവിടെ ഒരു സപ്രഷൻ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു കാരണങ്ങളാൽ തളച്ചിടപ്പെട്ട ഒരു അവസ്ഥയാണ് ആ ഒരു കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് തന്നെയാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭിചാര കർമ്മത്തിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷനിലൂടെയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ അവരിൽ തളച്ചിട്ടിരിക്കുന്നത്. ഒരു മാനിപ്പുലേഷൻ നടത്തിയാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി തളച്ചിട്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ ആവാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്. ഒരു ശൂന്യതയാണ് അവർക്ക്. ഈ ഒരു ബന്ധത്തെപ്പറ്റി ഒരു ഹോപ്പും ഇല്ല. തീർച്ചയായിട്ടും ഒരു മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഈ ഒരു കംപ്ലീഷൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ തന്നെയാണ് അവർ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂക്കഡ് മൈൻഡാണ്. അതായത് അവരൊരു ആഭിചാര കർമ്മം അല്ലെങ്കിൽ ഒരു വശീകരണത്തിലൂടെയൊക്കെയാണ് തീർച്ചയായിട്ടും ഈ അവരെ തീർച്ചയായിട്ടും തളച്ചിടപ്പെട്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഒരു ചങ്ങലയിൽ തളച്ചിടപ്പെട്ട ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവരതിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. അവർക്കൊരു പുറത്തേക്ക് വരാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു മായാലോകത്തായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഡ്രീം എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിൽ കർക്കശ സ്വഭാവമായിരിക്കും. തേർഡ് പാർട്ടിക്ക് അവരെ എപ്പോഴും സംശയമായിരിക്കും. അതായത് എല്ലാ കാര്യവും തേർഡ് പാർട്ടിയിലൂടെ മാത്രം നടക്കണം, അല്ലെങ്കിൽ അവരെ ഓവർ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ കൺട്രോൾ കാർഡ് വന്നത്. അതായത് എല്ലാ കാര്യവും തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിക്ക്. പക്ഷെ നിങ്ങളോടടുത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ ഒരു വ്യക്തി നിങ്ങളെ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ തേർഡ് പാർട്ടി എങ്ങനെ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ആദ്യം അവരും വലിയ കാര്യമാക്കിയില്ല തേർഡ് പാർട്ടി ഇങ്ങനെ ഇടപെടുന്നതൊന്നും. പക്ഷേ പിന്നെ അവർക്കതൊരു വളരെ ഒരു ബർഡനായിട്ട് തോന്നി, അവരൊരു അമിത ഭാരമായിട്ട് തോന്നി. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരുടെ വ്യക്തിത്വവും നിലയും മറന്ന് പല കാര്യങ്ങളും ഒരു തേർഡ് പാർട്ടിക്ക് ചെയ്തു കൊടുത്തായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ അനാവശ്യ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അവർ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് സന്തോഷിക്കുന്നതിന് പകരം അവർക്ക് ഹാപ്പിനെസ്സിന് കണ്ടെത്തുന്നതിന് വരെ അവർ തേർഡ് പാർട്ടിയുടെ ഹാപ്പിനെസ് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോ എന്ന് പറയാൻ ആ ഒരു വ്യക്തിക്ക് മടിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു വെറും ഭ്രമമായിരുന്നു എന്നൊക്കെ. അതാണ് ഈ ഒരു ഡ്രീം കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാർഡ്. എല്ലാ കാര്യവും തേർഡ് പാർട്ടിയിലൂടെ മാത്രം അവരുടെ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി അനാവശ്യമായിട്ട് നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായും അവരെ ഓവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവരെ സംശയിക്കുന്നുണ്ട്. അതുപോലെ അവരിൽ ഓവറായിട്ട് സംശയരോഗം, അങ്ങനെ അവരെ അനാവശ്യമായിട്ടുള്ള അവരെ കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവം, അതൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിക്കുണ്ട്. അതൊന്നും അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് തന്നെ നാളുകളായിട്ടാണ് കാണുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദം ആ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി അവരെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ അവരായിട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കുന്നത് തീർച്ചയായും. അതുപോലെ അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ആ ഒരു വ്യക്തിക്ക് വലിയ ആഗ്രഹമുണ്ട്. തേർഡ് പാർട്ടിയോട് അവർക്ക് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാവശ്യ നിയന്ത്രണങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി അവരിൽ ഏർപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു യന്ത്രത്തെ പോലെ അവരെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നൊരിത് അതവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് അവരെ ഇട്ടിങ്ങനെ ഒരു ഉഴുതുകാളെ ഇട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തത്തില്ല, ഒരു കാളയും കലപ്പയും കൂടെ അങ്ങ് പറമ്പിലേക്ക് രാവിലെ തൊട്ടങ്ങ് ഇറക്കി വിടും.
എന്നിട്ട് അതിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. അങ്ങനെ ഒരു എന്താണ്, അവർക്കൊരു വിലയില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമൊക്കെയാണ് ലക്ഷ്യം ഇടുന്നതെന്നൊക്കെ അവർക്കൊരു ചിന്തയുണ്ട്. അവരുടെ ആരോഗ്യം, അവരുടെ സമ്പത്തും ഒക്കെയാണ് അവർക്ക് ആവശ്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവരോട് സ്നേഹമൊന്നും ഇല്ല എന്ന് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എപ്പോഴും അവരെ സംശയിക്കുന്ന ഒരു സ്വഭാവം, എവിടെയാണ് എപ്പോഴും അവരെ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരാളോട് മിണ്ടാൻ പറ്റുന്നില്ല, അവർക്കൊരാളോട് സംസാരിക്കാനും എല്ലാത്തിനും ഒരു നിയന്ത്രണമാണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയിലൂടെ നടക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഒരു തേർഡ് പാർട്ടിക്കുണ്ട്. അതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ അവർ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ആ ഒരു വ്യക്തി അവർ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ സുഖവും സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഇനി ഇങ്ങോട്ടൊരു ലൈഫില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നടന്നിട്ടുണ്ട്. ഷുവറായിട്ടും ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗശലക്കാരി അല്ലെങ്കിൽ ഒരു കൗശലക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു വ്യക്തി ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ, ഒരു ചതിയിലൂടെയാണ് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ആഭിചാര കർമ്മങ്ങൾ, അവർക്ക് വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് അറിവ് കിട്ടി. അപ്പോഴാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും അത് എന്നും ഇങ്ങനെ പ്രശ്നങ്ങളാണ്, എന്നും അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും അവരെ. അപ്പോൾ ഇപ്പോഴും അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യ വാക്ക് തർക്കങ്ങൾ. അതുപോലെ അവർക്ക് ഈ ഒരു ബന്ധം ഒരു ഭാരമായി തോന്നി. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്കത് വേണ്ട എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ എന്നാൽ ഇറങ്ങിപ്പോകണമെന്ന് അവർക്ക് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ നല്ല വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി. പക്ഷെ നിങ്ങളുടെ വ്യക്തി യുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത് നല്ല രീതിയിലൊരു ആക്റ്റീവായിരുന്ന ഒരു വ്യക്തിയെ സൈലൻ്റ് ആക്കിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അതൊരു മാനിപ്പുലേഷൻ നടന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ആഭിചാര കർമ്മത്തിലൂടെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരു പരുവമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം കാർഡാണ്. നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു ഇതൊക്കെ. അതൊരു തിരിച്ച് അറിയുന്ന ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഒരു അമിത പ്രതീക്ഷ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ക്ഷണികമായ ഒരു സന്തോഷം മാത്രമായിരുന്നെന്ന് അവർ പിന്നീടാണ് മനസ്സിലാക്കി. ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആയുസ് വളരെ കുറവാണെന്ന് ആ ഒരു വ്യക്തി വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഒരുപാട് പ്രതീക്ഷ കൊടുത്തിരുന്നു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരെ അങ്ങനെ പലതും പറഞ്ഞ് പറ്റിച്ചതായിട്ട് കാണുന്നുണ്ട്, വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഡ്രീം കാർഡ് അവർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ കാർഡ് ഡ്രീം കാർഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി സാഹചര്യത്തെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഒരു വ്യക്തത വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് ഈ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. തേർഡ് പാർട്ടി അവർക്ക് വേണ്ട. കാര്യം അവർ സത്യത്തെ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹായം അവർക്ക് ആവശ്യമില്ല. അവരിപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം, ഇവിടെ ഒരു റിബൽ കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു സ്വാതന്ത്ര്യം സമാധാനം ഒന്നും ലഭിച്ചിട്ടില്ല. ഒരു തടവറയിൽപ്പെട്ട ഒരവസ്ഥയാണ്. അതാണ് ഐസൊലേഷൻ കാർഡ്. അവരെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ആരുമായിട്ട് അവർക്ക് മിണ്ടാൻ അനുവാദമില്ല, സഹകരിക്കാൻ അനുവാദമില്ല, ഒരു രീതിയിലുള്ള ഒരു അനുവാദം ആ ഒരു വ്യക്തിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. ഇത്രയും നാൾ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഡ്രീം കാർഡ് വന്നതോടുകൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിവുണ്ടാവുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ സാഹചര്യങ്ങളെ ആ ഒരു വ്യക്തി വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. 4 ദിശയിലേക്കുമുള്ളൊരു
ശരിയായ ഒരു വീക്ഷണം ഉണ്ടാകുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. കാര്യങ്ങളെ ആ ഒരു വ്യക്തി അത്രത്തോളം സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് പോരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കിത് മടുത്തു ഈ ഒരു ബന്ധം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഡ്രീം കാർഡ് വന്നുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതായത് ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തെയല്ല, മറിച്ച് അയാളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളൊരു സങ്കല്പത്തെക്കുറിച്ചാണോ നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു കാർഡാണ് തീർച്ചയായിട്ടും. അതായത് നമ്മുടെ മനസ്സിലുള്ളൊരു രൂപമല്ല, ഒരു ഇതുണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരാളെ സ്നേഹിക്കുമ്പോഴെന്താണ് തീർച്ചയായിട്ടും അവരെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുക. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ കുറച്ചും കൂടെ വ്യക്തത വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ശരിയും തെറ്റും ഇപ്പോൾ ഒരു ജീവിതമാകുമ്പോൾ നമുക്കറിയാം, രണ്ടുപേരും പാർട്ട്നേഴ്സ് ആകുമ്പോൾ, അതിപ്പം ലവേഴ്സ് ആയിരിക്കാം, ഭാര്യയും ഭർത്താവും ആരുമാവാം. അപ്പം നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവമായിരിക്കത്തില്ല നിങ്ങൾക്ക്. അഡ്ജസ്റ്റ്മെൻ്റാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അത് അവർ ആ ഒരു കാര്യത്തിലേക്ക് തയ്യാറാകുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് തേർഡ് പാർട്ടി വേണ്ട എന്നാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സാണ് നോക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സാണ് നോക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ് വന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിനൊരു കുടുംബത്തിലെ മൂത്ത ഒരു വ്യക്തിയുടെ സഹായമൊക്കെ അവർ തരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സഹായമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ അവർക്കൊരു പേടിയുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഇവിടെ 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നിങ്ങളിലേക്ക് വരുന്നൊരു ആശയക്കുഴപ്പം ആ ഒരു വ്യക്തിക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നൊരു ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഒരു എംപറർ കാർഡ് വന്നത്. ഒരു അടിത്തറ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ബന്ധത്തിന് ശക്തമായ അടിത്തറയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയില്ല. എങ്ങനെ ബന്ധം കൊണ്ടുപോകുന്നതിലുപരി എങ്ങനെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ആ ഒരു വ്യക്തിക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റക്കിൾ വന്നിരിക്കുന്നത്. ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്കായിട്ട് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, നിങ്ങൾക്ക് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി തരണം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും കാലചക്രം തിരിയുന്ന ഒരു അവസ്ഥയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വഴിത്തിരിവ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നാടകീയമായ മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് കാർഡ് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ റീഡ് ചെയ്തു. നിങ്ങളോട് അത്രമാത്രം ആ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല. അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാര്യം അവരായിട്ട് തന്നെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയെ ആണ്, നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയൊരു വ്യക്തിയാണിത് മറ്റൊരു ബന്ധത്തിലേക്ക്. പക്ഷേ ഇപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ബന്ധം എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കിങ് ഓഫ് സോഡ് വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി
ഈ ഒരു ബന്ധത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ ഒരു ബന്ധത്തിന് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. നിങ്ങൾ തമ്മിൽ എത്രത്തോളം സെപ്പറേഷൻ ഉണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങളുടെ അടുത്ത് അത്രത്തോളം അവർക്കൊരു ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് ഇനിയും പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയൊരു കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടാതെ നിങ്ങളോട് കുറച്ച് നീതിപൂർവമായിട്ടുള്ള കുറച്ച് ഇടപെടലുകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ് അവർ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്. അതാണ് ഇവിടെ ജസ്റ്റിസ് കാർഡും പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിന് അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് അവർ. നിങ്ങളെ ഈ ഒരു സമയത്ത് അത്രത്തോളം ആ ഒരു വ്യക്തി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവർ തിരുത്തി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ അവർക്ക് ഇഷ്ടമാണെന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഇപ്പോഴും അതായത് അവരെ പെട്ടെന്നെടുത്തൊരു തീരുമാനം കൊണ്ടാവാം നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അവർക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് വരും, ഒരു കുറ്റബോധം ഉണ്ടാവും ഒരു വ്യക്തിക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയല്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞു, ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് മൂലമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനിലൂടെയാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി അകറ്റിയത് തന്നെ. അപ്പം ആ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളായിരുന്നു ശരി, അങ്ങനെ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. അത്രത്തോളം അവർ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെ ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളെ ചേർത്ത് നിർത്തണം, അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നത് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നാടകീയപരമായ മാറ്റം, ഒരു വിധി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് കാർഡും കൂടെ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ഉടനെ തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അതായത് നിങ്ങളിത് റീഡിങ് കാണുന്ന നിങ്ങളായിരിക്കാം, അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കവർ വാല്യൂ തരുന്നുണ്ട് ഒരുപാട്. ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയി ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായത്. അവർക്കൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെ നിങ്ങളിലേക്ക് വരണം. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുണ്ട്. കാര്യം ഇതൊരുപാട് നാളായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാവാം. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അവർക്ക് പേടിയുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിനാണ് അവരൊരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഒരു തുറന്ന ചർച്ചയിലൂടെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്നതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നാടകീയമായ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി മടങ്ങി വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നത് തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ. തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളുടെയൊക്കെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ജീവിതം പങ്കിടാൻ ആ ഒരു വ്യക്തികൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഈ ഒരു ബന്ധത്തിന്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹം എങ്ങും പോയിട്ടില്ല, ആ സ്നേഹമൊക്കെ അവിടെ തന്നെയുണ്ട്. ആ ഒരു സ്നേഹത്തിനൊന്നും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. കാര്യം അവരെ ഒത്തിരി വാല്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫീലിങ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു ഫ്യൂച്ചർ കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും എപ്പോഴാണ് നിങ്ങളിലേക്ക് അവർ തിരികെ വരുന്നതെന്ന് നോക്കാം. ഇറ്റ് വിൽ ഹാപ്പൻ സൂൺ, വളരെ പെട്ടെന്ന് തന്നെ, വിത്തിൻ 48 hours എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. സൂൺ ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാർഡ് വന്നിട്ടുണ്ട്.
നെക്സ്റ്റ് മന്ത് തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പല പല എനർജികൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അധികം കാലതാമസം ഇല്ലാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ ചാനലൊക്കെ കുറച്ചെങ്കിലും പേരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം, ഒരു പുതിയൊരു ഒരാശ്വാസം പകരാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് ഇടുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെയൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണ നമസ്തു. എല്ലാവർക്കും നല്ലൊരു നിങ്ങളുടെ പേഴ്സൺ, എല്ലാവരുടെയും പേഴ്സൺ തിരിച്ചു വരട്ടെ, ഇത് തിരിച്ചറിവുണ്ടാവട്ടെ ജീവിതത്തിൽ. എല്ലാവരുടെയും ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.